വയനാട് മേപ്പാടിയിലെ വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ച് കർഷകർ. കാപ്പംകൊല്ലി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി സാമൂഹിക ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത്. കഴിഞ്ഞ മാസമാണ് മേപ്പാടിയിൽ കാട്ടാനയാക്രമണത്തിൽ പുത്തുമല സ്വദേശി ജെസ്സി കൊല്ലപ്പെട്ടത്. തുടർന്ന് കാട്ടാനയെ പിടികൂടാൻ കുംകിയാനകളെ എത്തിച്ച് ദൗത്യം തുടരുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി മേപ്പാടി പഞ്ചായത്തിലെ കാപ്പംകൊല്ലി, പുഴമൂല, ആനക്കാട്, കാപ്പിക്കാട്, കോട്ടനാട്, എരുമക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടുകയാണ്. വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു ഹർജി അയക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന അധികാരികൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഹർജി അയക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്യമൃഗശല്യം വർദ്ധിച്ചു വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ കാപ്പംകൊല്ലിയിൽ ഒരു ധർണയൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അന്ന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഏതാണ്ട് 1000-ഓളം പേർ ഒപ്പിട്ട ഒരു ഹർജി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് സാമൂഹിക ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഗവർണർ, മുഖ്യമന്ത്രി, വനം മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം അയച്ചിരിക്കുന്നത്. കൃഷിയും വനഭൂമിയും വേർതിരിച്ച് വൈദ്യുത വേലി സ്ഥാപിക്കുക, കുരങ്ങ്, മലയണ്ണാൻ പോലുള്ളവയെ കൂടുവെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടുക, കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുക, പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം അയച്ചത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.